പാലിയേക്കര ടോൾ പ്ലാസയുടെ പകൽക്കൊള്ളയ്ക്ക് കുടപിടിക്കാൻ മത്സരിച്ച് പോലീസും അധികാരികളും വാഹനയാത്രക്കാരെ മർദ്ദിക്കാൻ പോലും മടിക്കാത്ത ഗുണ്ടകളെപ്പോലെ ടോൾ ജീവനക്കാർ ഉറക്കനടിച്ച് രാഷ്ട്രീയ പാർട്ടികൾ 2012 തുടക്കത്തിൽ ആരംഭിച്ച ടോൾ കൊള്ള ഇപ്പോഴും തുടരുമ്പോൾ ടോൾ പിരിക്കുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുടെ കാൽനക്കികളായി മാറുന്ന ഭരണസമൂഹത്തെയാണ് കാണുന്നത്. ടോൾ പ്ലാസയ്ക്കെതിരെ ശബ്ദമുയർത്തിയ കലക്ടർ കൌശികനെ രായ്ക്ക് രാമാനം കസേര തെറിപ്പിച്ചു. പിടിച്ചുപറിയാണ് ടോൾ പ്ലാസയിൽ നടക്കുന്നത്. 5ൽ കൂടുതൽ വാഹനങ്ങളായാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ടോൾ പിരിക്കാതെ വാഹനങ്ങൾ കടത്തിവിടണമെന്നാണ് നിയമം. പക്ഷേ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിയമത്തിന് പുല്ലുവിലയാണ്. ഇത് ചോദ്യം ചെയ്ത വാഹനയാത്രക്കാരെ മർദ്ദിക്കുന്ന സ്ഥിതി വരെയുണ്ടായി. നാലുവരിപ്പാതയുടെ അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ ടോൾ പ്ലാസ അധികൃതർ ഇതുവരെ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല. തള്ളി നിൽക്കുന്ന ഡിവൈഡറുകൾ, പൂർത്തിയാക്കാത്ത കാനകളും സർവീസ് റോഡുകളും, കത്താത്ത വഴിവിളക്കുകൾ. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ നിയമസംവിധാനങ്ങൾ മടിക്കുന്നു. ഉന്നത ബന്ധങ്ങളും കൈക്കൂലിയും സംഭാവനകളും എല്ലാവരുടെയും വായടപ്പിക്കുന്നു. യാത്രക്കാരെ മർദ്ദിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയും വിരലനക്കിയില്ല. ടോൾ പ്ലാസ എന്ന ചക്കരക്കുടത്തിന്റെ മധുരം നക്കാത്തവരില്ല എന്ന ആരോപണത്തിന് ഇത് അടിവരയിടുകയാണ്. സമാന്തരപാതകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരെ പോലും ടോൾ നൽകാൻ നിർബന്ധിക്കുന്നവരായി പോലീസും മാറുന്നു. പാലക്കാട് സ്വദേശി ഹരിറാമിനോട് മഫ്റ്റിയിലെത്തിയ ചാലക്കുടി ഡിവൈഎസ്പി ടോൾ നൽകാൻ നിർബന്ധിച്ച ദൃശ്യങ്ങൾ ഇതിനകം സോഷ്യൽ മീഡിയകളിൽ വൈറലായി കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ തീർത്തും മര്യാദകൾ ചിന്തിക്കണം. നിന്റെ പേരെന്താ? ഹരിറാം. നീ എന്നെ പഠിപ്പിക്കാൻ വന്നു. പിന്നെ സാറ് നിയമമുള്ളത് സാറ് എന്നോട് പറയുന്നത് ഇവരെ കൂടി ഇതും കൊടുക്കും, പൈസയും കൊടുക്കാണ്ട് സൂത്രത്തിന് പോകണം. നീ ഇത്രയും ഉപയോഗിച്ചത് ശരിയാ മര്യാദക്കാരാണ്. നീ ഇത്രയും ദൂരം മര്യാദ ഉപയോഗിക്കുമ്പോ ഞാൻ വേറെ പക്ഷം പറയില്ല, ലീഗല് പറയില്ല, മൊറാലിറ്റി അനുസരിച്ച് എന്ത് വേണം, നീ കാശ് കൊടുക്കാൻ ആവശ്യമാണ്. ഒരിക്കലും റെക്കോർഡ് കാണിക്കുന്നതിന്റെ ലൈസൻസും കാണിക്കും. ചാലക്കുടി ഡിവൈസ് ആണ്, ചാലക്കുടി ഓഫീസിൽ വന്നത് കാണിക്കും കേട്ടോ. എന്നിട്ട് ഈ രേഖ തരാം കേട്ടോ. ഞാൻ അല്ല സാറേ, അതിന്റെ കോപ്പി എനിക്ക് എടുക്കാനുള്ള അവസരം എനിക്കിപ്പോ ഒഴിവില്ല. അല്ല സാർ, പറ്റില്ല കാര്യം. അല്ല സാർ, അതുകൊണ്ടല്ല ആളല്ലോ. അല്ല സാർ, അതുകൊണ്ടല്ലേ നിനക്ക് റോഡുള്ള ആളല്ലേ. ശരി, എന്തൊരു കാര്യം നമുക്ക് അവിടെ നിൽക്കാം. ചെറിയ കുട്ടി വെച്ചോണ്ട് ഒരു കുട്ടിമാരി കൊണ്ടുള്ള സമരം ചെയ്ത കുട്ടിയുടെ മുമ്പിൽ ദിവസവും 1/4 കോടിയിലേറെ രൂപയാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിക്കുന്നത്. 310 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ ഇതിനകം ഇതിലുമേറെ ടോൾ പിരിച്ചു കഴിഞ്ഞു. 18 വർഷത്തെ ടോൾ പിരിവിലൂടെ കമ്പനി നേടുക ചുരുങ്ങിയത് 2000 കോടിയിലേറെ രൂപ. സംസ്ഥാനത്തെ ആദ്യത്തെ ചുങ്കപ്പാത ഗുണ്ടായിസത്തിന്റെ ശൈലിയിൽ നാടിന്റെ രക്തമൂറ്റി കുടിക്കുകയാണ്. ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന ചർച്ചകൾ പ്രഹസനമാവുകയാണെന്ന് ഇതിനകം തെളിഞ്ഞതാണ്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്നതാണ് ടോൾ പ്ലാസയ്ക്കെതിരെ ചെറുവിരലനക്കാൻ മടിക്കുന്നവരുടെ അന്തസ്സില്ലായ്മ ഇതോടെ വിളിച്ചു പറയുന്നത്. തല്ലിയും തെറിവിളിച്ചും ഇവിടെ ടോൾ പിരിവ് തുടരുക തന്നെ ചെയ്യും. TCV തൃശൂർ.